ഞാൻ പട്ടായയിൽ നിന്ന് ടൈഗർ സൂ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആണ്, 8 മണി. പ്രഭാതത്തിൽ പട്ടായയിലെ തെരുവുകളെല്ലാം കാലിയാണ്. കടകളെല്ലാം ഉച്ചയോടുകൂടിയാണ് സജീവമാവുള്ളൂ. രാത്രിയാകുമ്പോഴൊക്കെയാണ് തിക്കും തിരക്കാവും. രാത്രി നേരം വെളുക്കോളം കടകളുണ്ടാവും. 4 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കടകൾ അടയ്ക്കുക. ആണ് പട്ടായയിലെ തെരുവുകൾ. ഇവിടെ നിന്ന് ടൈഗർ സൂ പാർക്കിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. പക്ഷെ നമുക്ക് പോകാനായിട്ട് ഗ്രാബ് ബുക്ക് ചെയ്യേ നിവർത്തിയുള്ളൂ. മറ്റുള്ള ബസ് സർവീസൊന്നും അറിയില്ല. ഇന്ന് വൈകിട്ട് വരെ ഇന്ന് ഇവിടെ സ്റ്റേ ഉള്ളൂ. രാത്രി 8:20 ഫ്ലൈറ്റിന് തിരിച്ച് കൊച്ചിക്ക്. അപ്പം ഉച്ചവരെയുള്ള ഷെഡ്യൂളേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തിരിച്ച് റൂമിൽ വന്ന് ബാഗ് എടുത്ത് വീണ്ടും ബാങ്കോക്കിലെത്തണം. ബാങ്കോക്കിലേക്ക് ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. ആദ്യത്തെ 2 ദിവസം ബാങ്കോക്കിലായിരുന്നു സ്റ്റേ. അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ പട്ടായയിലെത്തി. പട്ടായയിൽ 2 ദിവസം, 4 നൈറ്റും 2 ഡേയും. അതൊക്കെ പടപടയെന്ന് കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളും കാണണമെങ്കിൽ ഇത്രയും ദിവസം പോരാ. ഞാൻ പാക്കേജ് ഒന്നും എടുക്കാതെയാണ് വന്നത്. എല്ലാം ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തു, റൂം ബുക്ക് ചെയ്തു. യൂട്യൂബിൽ കിട്ടിയ നോളജ് അനുസരിച്ചൊക്കെയാണ് വന്നത്. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടി പൈസ കൂടുതലാവും. പക്ഷേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ ഒരു പക്ഷേ കാണാൻ പറ്റും. പിന്നെ പാക്കേജ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം ഓട്ടപ്പാച്ചിലായിരിക്കുള്ളൂ. ഒരു ദിവസം തന്നെ കുറേ ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും. ഇതാവുമ്പോൾ നമ്മുടെ സൗകര്യം പോലെ പോവാം. പാക്കേജ് എടുക്കാതെ ആർക്കും വരാട്ടോ. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സേഫാണ്. നമ്മുടെ നാട്ടിനേക്കാളും സേഫാണ്. ഏത് പാതിരാത്രിക്കും ആർക്കും ഇറങ്ങി നടക്കാം. പെണ്ണുങ്ങൾക്കും ഇറങ്ങി നടക്കാം. ഒരു കുഴപ്പമില്ല. രാത്രി ഉറങ്ങാത്ത നഗരമാണിത്. ബാങ്കോക്ക് ഇങ്ങനെ തന്നെ.
വേറെയും മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇവിടെ. പുക്കറ്റ്, ഗ്രാബി, അതൊക്കെ ഇവിടുന്ന് ഒരു 900 കിലോമീറ്ററോളം ദൂരെയാണ്. അവിടെ പോകണമെങ്കിൽ ഈ ഷെഡ്യൂൾ പോരാ, ദിവസങ്ങൾ കൂടുതൽ വേണ്ടി വരും. ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, സൈഡിലെല്ലാം വെള്ളം കിടക്കുന്നുണ്ട്. സോ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സൂവിൻ്റെ ടൈം. നമുക്ക് പുലികളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. പലതരം പ്രായത്തിലുള്ള, ഇപ്പോൾ ജനിച്ച പുലിക്കുട്ടി മുതൽ വലിയ 10-12 വയസ്സ് പ്രായമുള്ള 1.5 മീറ്റർ വരെ നീളമുള്ള പുലികളുടെ അടുത്ത് നിന്ന്, പുലിയാണോ ടൈഗറാണോ? ടൈഗറാണ്. ടൈഗർ പാർക്ക് എന്നാണല്ലോ എൻ്റെ പേര്, അപ്പോൾ ടൈഗറായിരിക്കും. അതിനടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. ചെറിയ കടവക്കുട്ടികൾക്ക് പാല് കൊടുക്കാം. എത്ര പറഞ്ഞാലും പേടിയുള്ളൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് പോയി നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു പേടി ഉണ്ടാവും. നമ്മൾ പൈസ കൊടുക്കുകയും വേണം, പേടിക്കുകയും വേണം എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നൊരവസരമാണ് മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ സൗഹൃദമായിട്ടുള്ളൊരു പുലികളെ കാണുന്ന സംശയം. ഇവിടെ ഇതിനു വേണ്ടി മാത്രമായിട്ട് അവർ മെരുക്കിയെടുക്കുന്നതാണ്. അവിടെ തന്നെ ജനിച്ച് അവിടെ വളരുന്ന കടുവകളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് തന്നെ ആളുകൾ പൈസ നോക്കാതെ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കവിടെ പോയി കാണാം. നല്ല വൃത്തിയുള്ള റോഡുകളും പരിസരങ്ങളും ഉണ്ട്. നല്ല ലോകത്തിലെ എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട് ഇവിടെ. നല്ല നല്ല വണ്ടികളാണ്. ഒപ്പം നമ്മുടെ നാട്ടിലെ പോലെ സ്കൂട്ടറുകൾ ധാരാളം ഉണ്ട്. ബൈക്കുകളെക്കാൾ കൂടുതൽ സ്കൂട്ടറുകളാണ്. അതും ഭയങ്കര സ്പീഡുള്ള സ്കൂട്ടറുകൾ. ഇവിടെ ഭൂരിഭാഗം റോഡുകളും നല്ല സ്ട്രൈറ്റ് ഹൈവേകളാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൂടെ സാധിക്കും. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഒട്ടും തന്നെ ഇല്ല ഇപ്പോൾ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ട്രാഫിക് ആവും കേട്ടോ. എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര ട്രാഫിക് ഇവിടെ കാണുന്നില്ല. ഇരുവശങ്ങളിലും നല്ല പനകൾ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള പനയാണ്. കള്ള് ചെത്തുന്ന തരത്തിലുള്ള പന. അതുപോലെ തന്നെ എണ്ണപ്പനകളും ഇവർ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ ഒരു ട്രാഫിക് സിഗ്നലിൽ എത്തിയിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, എങ്കിലും സിഗ്നലെല്ലാം കൃത്യമായി പാലിക്കുന്നവരാണ് ഇവിടുത്തുകാർ. വണ്ടി ഇല്ലെങ്കിലും അങ്ങനെ പെട്ടെന്ന് കടന്നു പോയൊന്നുമില്ല.
What's your name? My name is Folk. Folk. ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ, മിസ്റ്റർ ഫോക്ക്. ടയോട്ടയുടെ ഹൈലക്സ് വണ്ടിയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ മോഡലില്ല, നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. ഗൾഫിലുള്ള ഹൈലക്സ് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഇതുപോലത്തെ. പണ്ടൊന്നും ഇങ്ങനത്തെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഗൾഫിൽ. നല്ല ഭംഗിയുള്ള വണ്ടി. പട്ടായയിലെ മനോഹരമായ നിരത്തുകൾ. ഹാർലി ഡേവിഡ്സൺ മോട്ടോർ ബൈക്കിൻ്റെ ഷോറൂമാണ് കണ്ടത്. ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണുന്നുണ്ട്. ചോക്ലേറ്റ് ഫാക്ടറി. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കാണുന്നത്. ഇത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ബാങ്കോക്കിൽ വേറെ നല്ല ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, ഞാനവിടെ പോയിരുന്നു. നല്ല വീതിയുള്ള നല്ല റോഡുകളാണ്. ഇതൊരു സ്കൂളാണ്. ഏകദേശം ടൈഗർ പാർക്ക് അടുക്കാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കടന്നു.ยังไม่เปิดเลย 9 മണിക്കാണെന്നാണ് ഇവിടെ അഡ്മിഷൻ. ടൈഗർ നമ്മളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 9 മണി വരെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ വേറെ പുറത്തുള്ള കാഴ്ചകൾ കാണാം. നല്ല വെയിലാണ്. ടൈഗർ പാർക്ക് പട്ടായ. ടൈഗറിൻ്റെ ഫോട്ടോ ഉള്ള ടീഷർട്ട്.
പലതരത്തിലുള്ള ടൈഗറിൻ്റെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്ക്രീൻ. പലരും അതിൻ്റെ കൂടെ നിന്ന് പോസ്റ്റ് ചെയ്തേക്കണം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സുവനീർ കടയുണ്ട്. വലിയ വലിയ ടൈഗറിൻ്റെ വലിയ വലിയ ടോയ്സ് രൂപത്തിലുള്ളതാണ് ശില്പങ്ങൾ. ടൈഗർ പാർക്കിലാണ് നമ്മളുള്ളത്, പട്ടായയില. കടുവകൾക്ക് സ്വിമ്മിംഗ് പൂള് അവർ യഥേഷ്ടം നടത്തുന്ന ഓപ്പൺ സൂ ആണ്. പ്രത്യേക കൂട്ടിലൊന്നുമല്ല, അവരെ നടക്കാൻ ഇഷ്ടം പോലെ ഏരിയയുണ്ട്. അവർക്ക് കുളിക്കാനായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. അവർ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ 9 മണിക്കാണ് ഓപ്പൺ, 9:30 മുതലാണ് അഡ്മിഷൻ. ഇത് ടൈഗറുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണതിന് പല റേറ്റുകളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ടൈഗർ വരെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട്. ഒരു മീഡിയം ടൈപ്പിന് 700 ബാത്ത്. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 850 ബാത്താണ്. ഇതാണ് ടൈഗർ. ഒരാൾ അവിടെ പോയി കിടന്നു. ആ മേശയുടെ ചുവട്ടിൽ കിടന്നു കഴിക്കുന്നു. അവരുടെ സ്വിമ്മിംഗ് പൂളാണിത്. അങ്ങോട്ട് നോക്കിയിരിക്കുക. ടൈഗർ സൂ പാർക്ക്, പട്ടായ. ഓടുന്നു. മരത്തിൽ മാന്തുന്നു. ഓരോരോ കളികളാണ് അവരുടെ. ഹൈ ഹൈ ഹൈ. നല്ല സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ഇവരെ വളർത്തണേ. ചുറ്റും മരങ്ങൾ, അതിൻ്റെ നടുക്ക് നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി അവർക്ക് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. ഓപ്പൺ സൂ ആണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ടൈഗറുകളാണ് കിടക്കുന്നത്. 2 പേര്. എത്ര പൂച്ചക്കുട്ടികളെ പോലെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. നാല് പേരാണ് ഒരു കൂട്ടിൽ ട്രെയിനർമാർ. ഇങ്ങോട്ട് 4-5 കൂടുകളുണ്ട്. അതിനകത്തൊക്കെ ടൈഗറുണ്ട്.
ഇതാ പല വലിപ്പത്തിലുള്ള ടൈഗർ യഥേഷ്ടം കിടന്ന് വിഹരിക്കുന്നൊരു സ്ഥലമാണത്. രണ്ട് ഭീമാകാരന്മാരായ ടൈഗറുകൾ. ഒരു നോട്ടത്തിൻ്റെ ഗാംഭീര്യം തന്നെ കണ്ടാൽ മതി. പല വലിപ്പത്തിലുള്ളതുണ്ട്. ഇപ്പം ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ 12-15 വയസ്സ് വരെയുള്ള ടൈഗേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇത് പട്ടായയിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളിലാണ് സൂ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നമുക്ക് ഏത് തരത്തിലുള്ള ടൈഗറുടെ കൂടെ നിന്ന് തൊട്ടടുത്ത് നിന്ന് അവരുടെ ദേഹത്തെ കൈ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വാലെ പിടിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മൾ നേരെ കൂട്ടിലോട്ട് കയറ്റി വിടുകയാണ്. കൂട്ടിലോട്ട് കയറ്റി വിട്ട് ഒപ്പം ട്രെയിനർ ഉണ്ടാവും, 2-3 പേര്. അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് തുടരുന്നത്. എന്നിട്ട് നമ്മൾ അവരെ മേത്ത് കൈ വെച്ചുകൊണ്ട് നേരെ ഫ്രണ്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല, ബാക്കിൽ നിൽക്കണം. ഫ്രണ്ടിൽ നിന്നാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ബാക്കിൽ നിന്നുകൊണ്ട് അവരെ ഫോട്ടോ എടുക്കാം. നമുക്ക് അവരെ ദേഹത്ത് തലോടാം, വാലുമ പിടിക്കാം, ഒരു കുഴപ്പമില്ല. ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് സംശയമാണ്. ഇത് തൊട്ടടുത്തുള്ള കൂടാണ്. അവിടെ അവർക്ക് കുളിക്കാൻ സ്വിമ്മിങ് പൂളുണ്ട്. സൈഡിൽ വന്ന് കിടക്കുകയാണ്. ഇവിടെ ഒരാൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കി കിടക്കുകയാണ് ആശ. ഇത് തുറന്ന കൂടാണ് കേട്ടോ. അവർക്ക് യഥേഷ്ടം നടക്കാം. നല്ല തണൽ മരങ്ങളുണ്ട് ചുറ്റിലും. നല്ല സൗഹൃദപരമായ അന്തരീക്ഷമാണ്. ഇവിടെ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കരുത്, ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്, അത്രയേ ഉള്ളൂ. തൊട്ടടുത്തുള്ള മറ്റൊരു കൂട്ടിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ടാങ്ക് ഉണ്ട്. വേണമെങ്കിൽ കയറി കുളിക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. ഇത് നമുക്ക് നടന്നു പോകാനുള്ള ഒരു പാസേജാണ്. ചുറ്റും ചെടി വെച്ച് പിടിപ്പിച്ച് മുകളിൽ നിന്നും ഒരു വള്ളി പടർത്തിയിരിക്കുകയാണ്. അതിൽ നിന്നൊരു നൂല് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് ഗ്രില്ലിന് പുറമേ നിന്നിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ 2 പേര് അവിടെയുണ്ട്. ഓരോ ഏരിയയിൽ ഈ 2 പേരുണ്ട്, ജോഡിയാണ്. ഈ വള്ളികളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. തന്നെ നിറയെ വള്ളികൾ, നല്ല ഭംഗിയുള്ള വള്ളികൾ തൂങ്ങി കിടക്കണം. ഈ കമ്പികളിൽ ഷോക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പികളിൽ തൊടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ചാടാനുള്ള പ്രവണത കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ എർത്ത് കൊടുത്തിട്ടുണ്ട്. കമ്പികളിൽ തൊടരുതെന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുണ്ട്. ഇതാ 2 പേര് കൂടെ 2 ട്രെയിനർമാരും ഉണ്ട്. അവരൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ ടൈഗർ. ഇതൊരു അല്പം വെള്ള കളർ കൂടുതലുണ്ട് ഈ ടൈഗർ. ഇത് വേറൊരു മോഡലാണ്, സൈബീരിയൻ. അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആ കടുവേനെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ
വാലെ പിടിച്ച് വലിച്ചു നീക്കുന്നു, കാലെ പിടിച്ച് വലിച്ചു നീക്കുന്നു, പാല് കൊടുക്കുന്നു. അയ്യോ അതെ പാല് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നുണ്ട് കേട്ടാ. അതൊക്കെ തീരെ കുഞ്ഞാണോ? പൂച്ചക്കുട്ടികളെ പോലെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി അതിൻ്റെ മേലെ കിടന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റില്ല. വീട്ടിലെ ഓമന മൃഗങ്ങളെ പോലെയാണ് അവർ ടൈഗറിനെ പരിപാലിക്കുന്നത്. മനോഹരമായ ദൃശ്യം. ഞാനും ഫോട്ടോ എടുത്തായിരുന്നു. ഞാൻ കുറച്ചും കൂടി വലിപ്പമുള്ള ടൈഗറിൻ്റെ അടുത്ത് നിന്നാണ് ഫോട്ടോ എടുത്തത്. അതിന് ഓരോന്നിനും ചാർജ് ഉണ്ട്. ഞാനെടുത്ത ടൈഗറിന് 700 ബാത്താണ്. 700 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1700 രൂപ. ഒന്നും രണ്ടും അല്ല കേട്ടോ, ഒരുപാട് കടുവകൾ. അതെ അവിടെ എല്ലാം കൂടുതലുണ്ട്. പല വലിപ്പത്തിലുള്ള ഭയങ്കരന്മാരായ കടുവകൾ ഇതേ കിടക്കുന്നു. മനുഷ്യൻ്റെ പേടി സ്വപ്നമായ കടുവകളാണ് ഈ കിടക്കുന്നത്. വെറും പൂച്ചകളെ പോലെ. എന്തൊരു വലുപ്പമാണെന്ന് നോക്കി ഇവരെ കാണാം. ഇവിടെ തന്നെ ജനിച്ച് വളരുന്ന കടുവകളാണ്. ഇപ്പോൾ ജനിച്ചത് മുതൽ 15-20 വയസ്സായ കടുവകൾ വരെ ഉണ്ട് ഇവിടെ. ഈ കൂട് കാലിയാണ്. ഓ ഇവിടെ ഒരുത്തന്തേ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഒരു സൈസാണ്. വരെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കൂട് കാലിയാണ്. അതേപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഒരു പശുവിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ അവനെ കാണാൻ. അസ്വസ്ഥനാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ നാട്ടിലെ കടുവകളെ പോലെ കിടന്ന് അലറലും ഒച്ചയും ബഹളമൊന്നുമില്ല. അവർക്ക് നന്നായി ഫുഡും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹാപ്പിയാണല്ലോ അവർ. എന്താണ് പ്രശ്നം? ഇരിക്കുന്നു, മറിയുന്നു. കൈയും കാലൊക്കെ ഒന്ന് ഉടഞ്ഞ്
എക്സർസൈസ് ചെയ്യാൻ കൊള്ളാം, നല്ല മുടുക്കൻ. നമ്മൾ പല മൃഗശാലകളും കണ്ടിട്ടുണ്ടാവും, പക്ഷേ അവിടെയൊക്കെ പലതരത്തിലുള്ള മൃഗങ്ങളാണ്. ഇത് കടുവകൾക്ക് മാത്രമുള്ളൊരു സുഖമാണ്. ഞാൻ 3 ഒരു കൂട്ടി കിടക്കണേ. ഇവർക്ക് 3 പേർക്കും കൂടെ കിടക്കാനുള്ള സ്ഥലം കുറവാണ്. പിന്നെ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ അവിടെ വാതിലുണ്ട്, അവിടെ പോയി പുറത്തേക്ക് ഇഷ്ടം പോലെ നടക്കാം. അവർക്ക് പുറത്ത് ഇറങ്ങി നടക്കാനും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 3 പേര്, ഇവരൊരു ഫാമിലിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ വലിയ വഴക്കും ബഹളമൊന്നും ഇല്ലാണ്ട് സൗഹൃദപരമായിട്ടൊക്കെ കഴിയും. അടുത്ത പോകും ഇവരത്തെ മേലെ കയറി കിടക്കണം. ആളിതൊന്നും അറിയുന്നില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി, സുഖനിദ്ര. വാല് മേശപ്പുറത്ത് കിടക്കുന്നു, വാല് ഇതേ താഴെ എനിക്ക് നീണ്ടു കിടക്കുന്നു. അയ്യോ, ഒരുത്തൊന്നും ഇവിടെ കിടക്കണം. നോക്കിയേ, സന്ദർശകരെയൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അടുത്ത കൂട്. എല്ലാത്തിലും ഒന്നിനൊന്ന് മെച്ചൊന്നും മട്ടിൽ ഓരോ ടൈഗർമാർ. ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കാണ്. ഇവനെന്തോ പ്രശ്നമുണ്ട്, ഇവന് ഭക്ഷണം കിട്ടിയില്ലേ എന്തോന്നറിയില്ല. ഇവനാരോടോ ദേഷ്യമുണ്ട്. ഒത്തിരി ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ലേ, വയറെ കൊട്ടി കിടക്കണം. ഒരുത്തൻ കിടന്നുറങ്ങുന്നു. ഇവിടെ ഇട്ട് തന്നെയാണോ കുളിപ്പിച്ചിരിക്കുന്നത്? വെള്ളം കിടക്കുന്നുണ്ടല്ലോ, വെള്ളത്തിൽ കിടക്കേ. ഹലോ ഹലോ ഹലോ, എല്ലാ കൂട്ടിലുണ്ട്. ഇതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. എണ്ണിയാ തീരാത്ത അത്ര കടുവകളാണ്. നമ്മളൊരിക്കലും ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ല അത്ര കടുവകൾ ഒരുമിച്ച് സ്ഥലത്ത്. ഭീമാകാരന്മാരായ കടുവകളും ചെറിയ കുഞ്ഞുങ്ങളും കൗതുകം തോന്നുന്ന കൊച്ചുകുട്ടികളെ പോലുള്ള കുഞ്ഞു കടുവകൾ. നോക്കി ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പട്ടായയിലുള്ള ടൈഗർ സൂ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളിന് ചുറ്റും കിടന്ന് കറങ്ങിയാണ് അവൻ ടൈഗർ. ഇത് അവൻ്റെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ, അവന് കുളിക്കാനുള്ളതാണ്. ഒച്ചയുണ്ടാക്കിയല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തോ ഇവനാണിപ്പം
അലറിയവൻ. ഒരു വെള്ളം കുടിച്ചോ? സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുളിക്കുകയും ചെയ്യാട്ടാ. വെള്ളത്തിൽ ഇറങ്ങി മിടുക്കാൻ. വെള്ളത്തിലിറങ്ങി കുളിച്ചോട്ടാ. വെള്ളത്തിലിറങ്ങി മീനെ പിടിക്കണം. അത് അവൻ്റെ പൂളാണ്. അവന് ഇഷ്ടമുള്ളപ്പോൾ അവൻ കുളിക്കും, ഇഷ്ടമുള്ളപ്പോൾ വെള്ളം കുടിക്കും. ആഹാ, മനോഹരമായ ദൃശ്യം. കിടന്ന് വെള്ളം കുടിക്കുന്നു സുഖമായിട്ട്. തന്നെ എൻ്റെ അടുത്ത കൂടെ പോകും. നീ കുളിക്കണല്ലേ? പോയി കുളിക്കട പോയി. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. Cute baby. Okay, bye bye. Tiger super.